ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഐഫോൺ 15 ആണ്. ഈ സാധനമാണ് ഈ കൊല്ലത്തെ ഏറ്റവും കൂടുതൽ സെയിൽ പിടിക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത്. അതായത് 2024 2025 ഏറ്റവും കൂടുതൽ പപ്പടം പോലെ വിൽക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ് എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിന്റെ ഒന്നാമത്തെ മേജർ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഗൈസ്, ഈ ഫോൺ കാരണമായിരിക്കും ഈ ഫോൺ ഏറ്റവും കൂടുതൽ വിൽക്കാൻ പോകുന്നത്. യെസ് ഗൈസ്, ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. 16 ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഈ കാണുന്നത് 15 ആണ്. പക്ഷെ നിങ്ങൾ ഈ ക്യാമറ ഒന്ന് പൊത്തി പിടിച്ച് നോക്കിയേ, വല്ല വ്യത്യാസം തോന്നണ്ട. വല്ല വ്യത്യാസവും ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, എങ്ങനെ വേണേൽ പിടിക്കാം. എന്തിന് ഡിസ്പ്ലേ വരെ ഓൺ ആക്കി നോക്കി കഴിഞ്ഞാൽ പോലും യാതൊരു വ്യത്യാസവും നിങ്ങൾക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനം ഈ കൊല്ലവും അടുത്ത കൊല്ലവും നല്ല രീതിയിൽ വിൽക്കും. നല്ലൊരു പ്രൈസ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ എടുക്കും. ഇത് എടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഐഫോൺ 15 2024 ഇനി ഓഫർ സമയങ്ങളിൽ നല്ല കിടക്കാച്ചി വിലക്ക് കിട്ടുന്നുണ്ട്. എന്ത് വിലക്ക് കിട്ടിയത് പോത്തായിരിക്കും എന്നുള്ള ഞാൻ വീഡിയോ പറയുന്നുണ്ട്. ഇത് എടുക്കാനുള്ള കാരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു, 16 15 തമ്മിൽ യാതൊരു വ്യത്യാസവും ക്യാമറ മൊഡ്യൂൾ കണ്ട്. ഈ ക്യാമറ മൊഡ്യൂള് നേരെയാണ്, ഇത് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതല്ലാതെ ഈ രണ്ട് ഫോണിന്റെയും ബ്ലാക്ക് കളർ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റൂല. കാരണം അത്രത്തോളം സിമിലർ ആണ്. ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം സിമിലർ ആണ്. നെറ്റ്സിന്റെ വ്യത്യാസം അതും ഇതൊക്കെ പറയുന്നത്, പക്ഷെ എന്നാൽ പോലും രണ്ടും നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്. പിന്നെ ഐഫോൺ 15 എനിക്ക് താല്പര്യമുള്ള മികവുറ്റ കാര്യങ്ങളിൽ ഒന്നാമത്തേത് ടൈപ്പ് സി കണക്ടറാണ്. അത് കുറച്ചും കൂടി നമുക്ക് ഈസി ആക്കിയ കാര്യങ്ങൾ. അതേപോലെ തന്നെ 16 വരുന്ന ഡൈനാമിക് ഐലൻഡ് തന്നെയാണ് 15 വരുന്നത്. ആ ഡൈനാമിക് ഐലൻഡ് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു യൂസർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള സീരീസ് പോലെ അല്ല, ഈ 13 14 ഒന്നും പോലെ അല്ല 15 ഡിസ്പ്ലേ. ആ ഡൈനാമിക് ഐലൻഡ് ഉള്ളതുകൊണ്ട് ഫ്രഷർ ഫീല് നമുക്ക് ഉണ്ടാവും. ഇനി മുന്നോട്ട് അത് വേണം. അതില്ലാണ്ട് നമുക്കൊരു ഐഫോൺ യൂസ് ചെയ്യാനുള്ളൊരു വിഷമം വരും. ആ ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. 15 ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് പ്രോസസ്സിങ്. നല്ല രീതിക്ക് നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആണ്, നല്ല കൺസിസ്റ്റന്റ് ആണ്, നല്ല രീതിക്ക് തന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുവരെ 15 യൂസ് ചെയ്ത ആളുകളുടെ അഭിപ്രായം നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. അവർ ഈ പ്രാവശ്യം മിക്കവാറും 70% പേരും 16 എടുക്കില്ല. എന്ന് വെച്ചാൽ അവർക്ക് 16 നിന്ന് വലിയ മാറ്റങ്ങളൊന്നും കിട്ടാനുമില്ല. മാത്രമല്ല അവരുടെ ഫോണിന് അവർക്ക് വളരെ വലിയ അഭിപ്രായമായിരിക്കും ഉള്ളത്. ഈ 15 എന്ന് പറയുന്ന ഫോണാണ് ഇത്ര നാളും ഇറങ്ങിയ ലൈനപ്പിൽ, അതായത് 13 14 15 ഈ ഒരു ലൈനപ്പ് നോക്കാൻ ഏറ്റവും കംപ്ലൈന്റ് കുറവും ഈ 15 ആണ്. വളരെ കംപ്ലൈൻറ്റ് കുറവാണ്. ഡിസ്പ്ലേ ഇഷ്യൂസിൻ്റെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയുന്നുണ്ടെങ്കിൽ, ഇതുവരെ എൻ്റെ ചെവിയിലേക്ക് അങ്ങനെ ഡിസ്പ്ലേ ലൈൻ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും എത്തിയിട്ടില്ല. ഉണ്ടാവുമായിരിക്കും ചുരുക്കം ചില കേസുകൾ, പക്ഷെ എന്നാൽ പോലും വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിവൈസ് കൂടി മാറണം ഈ 15. ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം വളരെ സൂപ്പർബാണ്. നല്ല രീതിയിൽ നല്ല എല്ലാ കാര്യങ്ങളും, അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കുന്ന ആളാണ്, വളരെ വളരെ ഉപകാരപ്പെടും. വേറൊരു അപ്ഗ്രേഡിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ 16 എടുത്താൽ പോലും ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു മാറ്റമൊന്നും എനിക്കതിനകത്ത് തോന്നിയില്ല. മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങളില്ല എന്നാൽ എങ്ങനെയൊക്കെ വന്നാലും 15 16 കൂടി നോക്കാന്നുണ്ടെങ്കിൽ തന്നെ ഒരു പൊടിക്കിൻ്റെ തട്ട് താന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഒന്നുമില്ല. ആളുകൾക്കത് മനസ്സിലാവും. എന്തായിരുന്നാലും മുന്നോട്ട് പോയ ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. 15 തന്നെ ഓപ്റ്റ് ചെയ്യും. പിന്നെ വേറൊരു കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ആപ്പിൾ AI വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 16 വന്നിട്ടില്ല, പക്ഷേ 15 എന്തായാലും ഉണ്ടായിരിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 15 Pro Maxനും പ്രോയിനുമാണ് പറയുന്നത്. ഒരു സംഭവം എനിക്ക് പറയാനുണ്ട്. 16 എന്ന് പറയുന്ന ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്ന പ്രൈസ് 80,000 രൂപയാണ്. 15 ഇനി ഓഫർ സമയങ്ങളിൽ വിൽക്കാൻ പോകുന്നത് 50 to 55 രൂപ ബഡ്ജറ്റിലാണ്. എടുത്ത് കേൾക്കുക, 50 to 55 60,000 രൂപക്കൊന്നും ഓഫറാണെന്നും പറഞ്ഞു പോയി ആരും ചാടിപ്പിടിച്ചെടുക്കരുത്. നിലവിൽ 15 വില 61,000 രൂപയേ ഉള്ളൂ. 63 രൂപ വിൽക്കുന്നുണ്ട്. ഇത്രയും ഉള്ളൂ ഇപ്പോൾ 15 വില. 50 to 55 മാക്സിമം 55,000 വരെ നിങ്ങൾക്ക് എടുക്കാന്നുണ്ടെങ്കിൽ കാണുന്ന മുതലായിട്ട് 25,000 രൂപയുടെ വ്യത്യാസമുണ്ട് 16 ആയിട്ട്. സോ അങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ AI ഇല്ലെങ്കിൽ പോലും 25,000 രൂപ നമ്മുടെ പോക്കറ്റിലിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഡിവൈസായിട്ട് മാറുന്നതാണ്. ഇപ്പോഴത്തെ ജനറേഷനായിട്ട് കണക്ഷനും ഉണ്ട്. മുന്നത്തെ ജനറേഷനേക്കാൾ വളരെ മികവുറ്റൊരു ഫോണാണ്. സോ എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭമാണ് ആ ഒരു കാര്യം. എല്ലാ പരിപാടികളിനകത്ത് നടക്കും. 128 എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് OTG സപ്പോർട്ട് ഉണ്ട്. സാധാരണ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. സി ടൈപ്പ് പെൻ ഡ്രൈവ് ഡാറ്റ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കാശ് എന്തെങ്കിലും 256 എടുക്കുക. ഒരുപാട് പൈസയൊന്നും പോയി മുടക്കരുത്. 55 രൂപ താഴെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഈ ഫോൺ. 55 രൂപ മേലെ ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഫോണിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ടും ഒരു വ്ളോഗറായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറായിട്ടോ നല്ലൊരു ആപ്പ് ഒപ്റ്റിമൈസേഷൻ ഈ സാധനത്തിനുണ്ട്. ഇൻസ്റ്റാഗ്രാമൊക്കെ ഇതിനകത്ത് കിട്ടുന്ന ഒരു അപ്ലോഡ് ക്വാളിറ്റി വേറെ ഒരു ബ്രാൻഡിലും തരാൻ പറ്റില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ബ്രാൻഡിലേക്ക് നിങ്ങൾ പോകണ്ട, ഇത് തന്നെ എടുക്കുക. ഡിസ്പ്ലേ 60 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. നോർമലാണ്. പിന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ്, ഗെയിമിംഗ് കളിക്കാൻ പറ്റും. എന്നാൽ പോലും നമുക്ക് ഒരു ആ റിഫ്രഷ് റേറ്റിൻ്റെ കുറവ് ഉണ്ട്. പക്ഷേ നല്ല ഫോണാണ്, വളരെ നല്ല ഫോണാണ്. കുറവുകളൊക്കെ ഒരുപാടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്.
പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും 55 രൂപ താഴെ ഇത് കിട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, പൊളിക്കുക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ല ഡിവൈസാണ്. സോ ഗൈസ്, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ടെക് ട്രാമ്പ് സൈനിങ് ഓഫ്.